ഇപ്പോൾ ആരോട് ചോദിച്ചാലും നമ്മളിപ്പോൾ സൂര്യപ്രഭുവിനെ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കുറേ പേരോട് അന്വേഷിച്ചിട്ട് നല്ല രീതിയിൽ എനിക്കൊരു ചെയ്തു തന്നെ സൂര്യപ്രഭു തന്നെയാണ്. ബന്ധപ്പെട്ടതിലും ഇപ്പോൾ വർക്കിൻ്റെ കാര്യത്തിലും ഞാൻ അവരെ പ്രൊമോട്ട് ചെയ്യും. എൻ്റെ പേര് ഡിറൻ എന്നാണ്. വീട് അശോകത്താണ്. എനിക്ക് ഇവന്റ് മാനേജ്മെന്റ് ആണ്. ഞാനിപ്പോൾ സോളാറിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ സൂര്യപ്രഭ നല്ലതാണെന്ന് എല്ലാവരും പൊതുവെ ഒരു അഭിപ്രായം വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് അവരായിട്ട് ബന്ധപ്പെട്ട് അവർ വന്ന് ഞാനായിട്ട് മീറ്റ് ചെയ്ത് സംഗതി ഒരു 3 KVD ആണ് ഞാൻ വെച്ചിട്ടുള്ളൂ. അത് ഓൾറെഡി ഓക്കെയാണ്. ഞാനിപ്പോൾ സൂര്യപ്രഭയുടെയാണ് സോളാർ ഇൻസ്റ്റാൾ ചെയ്തേക്കണത്. അവർ ഞാൻ നോക്കുന്നതിന് മുമ്പ് എനിക്ക് ബില്ല് വന്നുകൊണ്ടിരുന്നത് 2500 രൂപ റേഞ്ചിലാണ് ബില്ല് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവരുടെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എനിക്കിപ്പോൾ 2 മാസമായിട്ട് ബില്ല് വന്നുകൊണ്ടിരുന്നത് 28 രൂപ 30 രൂപ റേഞ്ചിലാണ് എനിക്ക് ബില്ല് ആയി വന്നിട്ടുള്ളൂ. ഇപ്പോൾ 2 മാസമായിട്ട് എൻ്റെ ഇത് വെച്ചിട്ട് അത്രേ ഉള്ളൂ. ഇനി അങ്ങോട്ടും അത്രയും തന്നെയൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഓൾറെഡി ലോഡും കണക്ടിവിറ്റിയും എല്ലാം വൈഫൈ വഴി കണക്ട് ചെയ്തെല്ലാം തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സൂര്യപ്രഭയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ തന്നെ അവർ പെട്ടെന്ന് തന്നെ വന്നു നമ്മളായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഓൾറെഡി അവർ പേപ്പർ വർക്ക് ആയാലും KCB എന്നുള്ള എല്ലാ കാര്യങ്ങളെല്ലാം അവർ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി തന്നിരുന്നു. എനിക്ക് ജസ്റ്റ് 1 മാസത്തിനുള്ളിൽ തന്നെ സെറ്റിങ്സും അവരുടെ സർവീസും എല്ലാം കഴിഞ്ഞു വരുന്നു. എനിക്ക് ഇപ്പോൾ ആരോട് ചോദിച്ചാലും നമ്മളിപ്പോൾ സൂര്യപ്രഭുവിനെ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കുറേ പേരോട് അന്വേഷിച്ചിട്ട് നല്ല രീതിയിൽ എനിക്കൊരു ചെയ്തു തന്നെ സൂര്യപ്രഭു തന്നെയാണ്. ബന്ധപ്പെട്ടതിലും ഇപ്പോൾ വർക്കിൻ്റെ കാര്യത്തിലും ഞാൻ അവരെ പ്രൊമോട്ട് ചെയ്യും. ഇനിയിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞാൽ നമുക്ക് രാജഗിരിയുടെ ഒരു ചെറിയ ഹോട്ടലും കൂടി ഉണ്ട്. അപ്പോൾ അവിടെ ഒരു 15-20 KVD വെക്കണമെന്ന് തീരുമാനിച്ചത്. അതും ഇപ്പോൾ ഇവരോട് തന്നെ ഞാൻ സംസാരിച്ച് ഇപ്പോൾ അതിൻ്റെ വർക്കിൻ്റെ അതിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പേപ്പർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അതിൻ്റെയും ഇൻസ്റ്റാൾ വർക്ക് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ തന്നെ നടക്കുമെന്നാണ് പറഞ്ഞത്.